ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം കൊരിന്ത്യർ 13 അധ്യായം അതിൻ്റെ 13 വാക്യം. കൊരിന്ത്യർ 13 അതിൻ്റെ 13 വാക്യം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. എങ്കിലും ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ കരുതുക, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. ദൈവം യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അവതരിച്ച് നമ്മളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി സ്വന്തം ജീവിതം ക്രൂശിലേക്ക് ഏൽപ്പിച്ച് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരകനായി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നൊരു കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നതും അതാണ്. സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കെല്ലാമുണ്ട്. ഇത് കൊരിന്ത്യർ 13 അധ്യായം 1 വാക്യം മുതൽ വായിക്കുന്നതും അതുതന്നെയാണ്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടെങ്കിലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. പിന്നെ നമ്മൾ വായിക്കുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും. അതാണ് സ്നേഹത്തെപ്പറ്റി ഓരോ തുടക്കത്തിൽ പറയുന്നത്. കുമാരനാശാൻ്റെ ചണ്ടാലി പിശുക്കി എന്ന കവിതയിലും സ്നേഹത്തെപ്പറ്റി പറയുന്നുണ്ട്. സ്നേഹമാണകിൽ സാരമൊഴികിൽ സ്നേഹം തന്നെയാണ് എല്ലാത്തിലും വലിയത്. സ്നേഹത്തിൻ്റെ അന്തസ്സത്തെ എന്ന് പറയുന്നത് അത് സത്യം മാത്രമാണ്. കർത്താവ് നമ്മളെ സ്നേഹിച്ചു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ ക്രൂശിലേൽപ്പിച്ചത്. തൻ്റെ ജീവനെ ക്രൂശിലേൽപ്പിച്ച് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരകനായിട്ട് സ്വന്തം ജീവിതം ക്രൂശിലേൽപ്പിച്ചതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്, സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അത്. യോഹന്നാൻ 13:35 പ്രകാരം പറയുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. 10 കൽപ്പനകളിലും ഇത് തന്നെയാണ്. സ്നേഹത്തിനാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. നിൻ്റെ കർത്താവായ ദൈവത്തെ സ്നേഹിക്കണം, പിന്നെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനും സ്നേഹിക്കണം. അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ വിഷമങ്ങളിൽ അവർക്ക് താങ്ങായിട്ട് തണലായിട്ട് നമുക്ക് കൂടി ഉണ്ടായിരിക്കണം. സ്നേഹം നഷ്ടപ്പെടുന്നത് ഈഗോ തുടങ്ങുമ്പോഴാണ്. അതായത് അഹംഭാവം തുടങ്ങുമ്പോൾ അവിടെ സ്നേഹം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആരാണ് വലിയവൻ? ഞാൻ എല്ലാവരേക്കാളും വലിയവനാണ്. ബൈബിൾ പ്രകാരം പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഈഗോയുടെ വിപരീതമാണ് വിനയം, അഥവാ സ്നേഹം എന്നൊക്കെ പറയുന്നത്. നീതി പ്രവർത്തിക്കുന്നു, ദയാതൽപരനായിരിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരോടെ നടക്കുക. ഇതൊക്കെയാണ് കർത്താവ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. നാം എല്ലാ സമയത്തും മിടുക്കന്മാർ എന്ന് ചിന്തിക്കരുത്. നാം ഓരോ ദിവസവും ജീവിക്കുന്നത് ദൈവകൃപ കൊണ്ടാണ് എന്നോർക്കുക. ജീവിതത്തിൽ നമുക്കൊന്നും അഹങ്കരിക്കുവാനില്ല. നിങ്ങളെല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിക്കുവിൻ. കാരണം ദൈവം അഹങ്കാരികളോട് എതിർക്കുന്നു. എളിമയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. ലൂസിഫർ സാത്താനായി മാറിയതിൻ്റെ ഒരു പ്രധാന കാരണം അഹംഭാവമായിരുന്നു. ലൂസിഫർ
ദൈവസന്നിധിയിൽ ഒരു മാലാഖയായിരുന്നു എന്നും പഠിക്കുന്നുണ്ട്. അവന് മറ്റുള്ളവരെക്കാൾ വലിയവനാകണം എന്ന ചിന്ത ഉടലെടുത്ത സമയത്ത് അവനിൽ സാത്താനിൻ്റെ സ്വഭാവം അവനിൽ കടന്നുകൂടുകയും അവൻ ദൈവത്തെക്കാൾ മുകളിലിരിക്കുവാനൊക്കെ ആഗ്രഹിച്ചതിൻ്റെ ഫലമായി അവനെ ദൈവസന്നിധിയിൽ നിന്ന് തള്ളിക്കളയുന്നു. പിന്നീട് അവൻ സാത്താൻ ആയി മാറുകയായിരുന്നു. അവൻ വളരണം, ഞാനോ കുറയണം എന്നതായിരിക്കണം നമ്മുടെ മനോഭാവം. എൻ്റെ ഏറ്റവും ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്കാകുന്നു നിങ്ങൾ ചെയ്തത് എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അതാണ്. താഴ്മയ്ക്കും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തുക. കർത്താവ് നമ്മെ ഉയർത്തും. ആരാണ് വലിയവൻ, ആരാണ് ചെറിയവൻ? മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെണ്ണി മറ്റുള്ളവരെ ബഹുമാനിക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ നമ്മളില്ലാ ദൈവിക സ്വഭാവം നമ്മളിൽ കടന്നുകൂടുകയും നമ്മളിൽ സ്നേഹത്തിൻ്റെ ഭക്താക്കളായി തീരുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.